അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫയൽ അപ്ലോഡ് 150 മൂന്നാമത്തെ ലാബാണ്. അപ്പോൾ നമുക്ക് ഫയൽ അപ്ലോഡ് 150 എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒന്നുകൂടി ബ്രീഫായിട്ട് പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടൻറ്റ് മൊത്തം വായിച്ചാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. നമുക്ക് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിനായിട്ട് ഫയൽ അപ്ലോഡ് 150 അപ്ലോഡ് ചെയ്യുക. ഒരു വെബ് സെർവർ ഒരു യൂസറിനെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള സിനാരി വരുമ്പോൾ അതിൽ പ്രോപ്പറായിട്ടുള്ള വാലിഡേഷൻ അല്ലാന്നുണ്ടെങ്കിൽ, അതായത് ആ ഫയലിൻ്റെ നെയിം ആവാം, അല്ലെങ്കിൽ ആ ഫയലിൻ്റെ ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ആ ഫയലിലുള്ള കണ്ടൻറ്റോ അല്ലെങ്കിൽ ആ ഫയലിലുള്ള ഫ്രേസോ ഇതൊന്നും പ്രോപ്പറായിട്ട് വാലിഡേറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നെയിം ആണെന്നുണ്ടെങ്കിൽ അതിൽ .php അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ ടൈപ്പാണോ നോക്കുക. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വല്ല എന്താണ് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഉണ്ടോ നോക്കുക. ചിലപ്പോൾ സൈസിൻ്റെ സിനാരോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ വെബ് ആപ്ലിക്കേഷൻ എന്തുണ്ടാവും, പ്രോപ്പറായിട്ടുള്ളൊരു സൈസ് വാലിഡേഷൻ ഉണ്ടാവും. അതായത് 2 MB ഉള്ളു പറ്റുക, അല്ലെങ്കിൽ 3 MB, അല്ലെങ്കിൽ 4 MB, അല്ലെങ്കിൽ 10 MB അത്രയൊക്കെ പറ്റുക എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ബൈപ്പാസ് ചെയ്യുമ്പോൾ എന്തായി, അതൊരു ഫയൽ അപ്ലോഡ് 150 ആണ്. ഇതിലേതിനൊന്ന് ബൈപ്പാസ് ചെയ്യുമ്പോഴും അതൊരു ഫയൽ അപ്ലോഡ് 150 ആണ്. ഇതിലേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിനാരിയോ വരുമ്പോൾ എപ്പോഴാണ് ഒരു ഫയൽ എക്സിക്യൂട്ടബിൾ ഫയലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ എല്ലാ ലാബ്സും നോക്കാം. വ്യൂ ഓൾ, അപ്ലോഡ്, ഫയൽ അപ്ലോഡ് ലാബ്സ്. ഇതിൽ ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, മൂന്നാമത്തെ ലാബാണ്. അപ്പോൾ വെബ് ഷെൽ അപ്ലോഡ് വിയ പാത്ത് ട്രാവേഴ്സ്. അപ്പോൾ ഈ ലാബ് നമുക്ക് ഓൾറെഡി എന്താണ് വണ്ണബിളാണെന്ന് അറിയാം. അപ്പോൾ all upload based PHP shell interested content of the file or permit the secret using the button provided in the lab and okay. അപ്പോൾ നമുക്ക് ഈ ഈ ലാബ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോമിൽ കാർലോസ് എന്ന ഫോൾഡറിൽ സീക്രട്ട് എന്ന് പറഞ്ഞ ഫയൽ റീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡൻഷ്യൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ലാബ് ഓപ്പൺ ആക്സസ് ചെയ്യാം. നമുക്ക് ഗവൺമെൻറ് സൊല്യൂഷൻസ് ആക്സസ് ചെയ്ത് നോക്കാൻ പറ്റും. ലാബ് സക്സസ്ഫുള്ളി നമ്മൾ ആക്സസ് ചെയ്തിട്ടുണ്ട്. മൈ അക്കൗണ്ട് പോവുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. പീറ്റർ ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഒരു ഫയൽ .php എന്ന ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്ലോഡ് എടുത്തു. PHP ഹാസ് ബീൻ അപ്ലോഡ്, സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഫയൽ ആക്സസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കണ്ടു, നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫയൽ നമുക്ക് എക്സിക്യൂട്ടബിൾ ആയില്ല. കാരണം എന്താ, ഇതിലുള്ള കണ്ടൻറ്റ് മാത്രം എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ നമ്മൾ നോർമലി ഏതൊരു ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ PHPൻ്റെ കണ്ടൻറ്റ്സ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാബ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാത്ത് ട്രാവേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഈ ലാബ് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൊല്യൂഷൻ വന്ന് നോക്കാം എങ്ങനെയാണ് ലാബ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി, നമുക്ക് മനസ്സിലായി ഈ ഫയൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഈ ഫയൽ എക്സിക്യൂട്ടബിൾ അല്ല എന്ന്. അതായത് ആ ഡയറക്ടറിയിൽ ഒരിക്കലും ആ ഫയൽ എന്തില്ല, എക്സിക്യൂട്ടബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ പാത്ത് ജസ്റ്റ് മാറ്റുക. അപ്പോൾ അവിടെയാണ് നമ്മൾ പാത്ത് ട്രാവേഴ്സിൽ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോക്സി പോയിട്ട് ഒരു ഫയൽ ജസ്റ്റ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുക. അതിന് വേണ്ടി ചൂസ് ഫയൽ കൊടുക്കുക. ഫയൽ .php സെലക്ട് ചെയ്യുക. അതിന് മുമ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇൻ്റർസെപ്റ്റർ ജസ്റ്റ് ഒന്ന് ഓണാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല, ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഫയൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാപ്ചർ ചെയ്യും. അതാ വർക്കിൻ്റെ ആണല്ലോ അപ്ലോഡ് കൊടുക്കുക. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എവിടെയാണ് അതിൻ്റെ ഫയൽ നെയിം എന്ന് നോക്കുക. ഈ ഫയൽ നെയിം ജസ്റ്റ് കൊടുത്താണ് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഡോട്ട് സ്ലാഷ് കൊടുക്കുക. എന്നിട്ട് ഈ സ്ലാഷിനെ നമ്മൾ എന്ത് ചെയ്യണം, എൻകോഡ് ചെയ്യണം. അതിന് വേണ്ടിയാണ് എൻകോഡ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് അവിടെ കൺവേർട്ട് സെലക്ഷൻ എൻകോഡ് ഓൾ ക്യാരക്ടേഴ്സ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്ലാഷിനെ നമ്മൾ എന്ത് ചെയ്തു, %2f നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ എൻകോഡ് ചെയ്തിട്ടുണ്ട്. അതിനെന്ത് ചെയ്യും, ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി ഡീകോഡാവും. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഇനി ഫോർവേഡ് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് എന്ത് ചെയ്യുക, ഡു ഇൻ്റർസെപ്റ്റർ കൊടുക്കുക, റെസ്പോൺസ് റിക്വസ്റ്റ് കൊടുക്കുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോർവേഡ് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഫോർവേഡ് എടുക്കുമ്പോൾ നമുക്ക് റെസ്പോൺസിൽ ഈ ഫയൽ സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിക്കണമെന്ന് അറിയണ്ട. അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുക, ഓക്കെ 200 ഓക്കെ ജസ്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫോൾഡർ പാക്കാണ് ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാരണം // എന്ന് പറയുന്നത് എന്തിനാണ്, ഒരൊറ്റ ഫോൾഡർ പാക്ക് പോകാൻ വേണ്ടിയാണ്. ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചാൽ cd // എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഈ ഫയൽ അപ്ലോഡിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പോർട്സ് കയറി വരും. അപ്പോൾ ഈ വെബ് ആപ്ലിക്കേഷനിൽ എന്താ നടന്നിട്ടുള്ളത്, അത് ഓൾറെഡി ഒരു അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒന്ന് ബാക്ക് വരുമ്പോൾ നമുക്ക് ഈ ഫയൽ ആക്സസ് ചെയ്ത് നോക്കുക, ഇത് എക്സിക്യൂട്ടബിൾ ആണോ നോക്കേണ്ടത്. അതിന് വേണ്ടിയാണ് എന്ത് ചെയ്തു, ആ ഫയൽ ആക്സസ് ചെയ്യാൻ നോക്കുക. നേരത്തെ അപ്ലോഡ് ചെയ്തപ്പോൾ എവിടെയാണ് ഉണ്ടായിരുന്നത്, ഫയൽസിൽ അവതാർസിൽ file.php ഈ ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് അവതാർസ് എന്ന ഫോൾഡേഴ്സിലാണ് അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇൻ്റർസെപ്റ്റർ ഓഫ് ആക്കിയിട്ടാണല്ലോ, ഓക്കെ ഇൻ്റർസെപ്റ്റർ ഓഫ് ആക്കുക. ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എവിടെയാണുള്ളത്, ഇപ്പോൾ അവിടെ തന്നെ. ഞാൻ ഇതാ അപ്ലോഡായ ഭാഗത്തല്ല ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ന്യൂ ടാബ് കൊടുക്കുക, അതോ ഫയൽ നോട്ട് ഫൗണ്ട് ആണല്ലോ, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ %2f ഫയൽ കളയണം. അതിന് വേണ്ടിയാണ്ട് %2f കളയുക, file.php ഒരൊറ്റ ഫോൾഡർ ബാക്ക് വന്നുകൊള്ളു. അപ്പോൾ ഇതെവിടെ ഉണ്ടാവുക, ഫയൽസിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെന്ത് ചെയ്യാണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട നമ്മൾ ജസ്റ്റ് ഒറ്റൊരു ഫോൾഡർ ബാക്ക് കയറുക, അപ്പോൾ ഫയൽസിലായിരിക്കും ഇത് സംഭവം ഉണ്ടാവും. അതിന് ജസ്റ്റ് 2 ഭാഗത്തും ഞാൻ കോപ്പി ചെയ്ത് കാണിച്ചാൽ, നോട്ട് പാഡ് എടുക്കുക, ആദ്യം അപ്ലോഡ് ചെയ്തപ്പോൾ ഫയൽസിൽ അവതാർസ് എന്ന ഫോൾഡറിലാണ് file.php അപ്ലോഡ് ആയത്. അപ്പം അവിടെ അവതാർസ് എന്ന ഫോൾഡറിൽ എന്ത് ചെയ്യുന്നില്ല, ഈ PHPൻ്റെ ഫയൽ എക്സിക്യൂട്ട് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പാർട്ട് അവേഴ്സും മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരൊറ്റ ഫോൾഡർ ബാക്ക് ആക്കി. അതിന് നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് എന്താ, // ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരൊറ്റ ഫോൾഡർ ബാക്കൊക്കെ പോകാനുള്ളത്. അവിടെ നമ്മൾ / നമ്മൾ ഉപയോഗിച്ചില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, %2f അതിനെ എൻകോഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ അവതാർ എന്ന് പറഞ്ഞ ഫോൾഡേഴ്സ് നിന്ന് ബാക്ക് വന്നുകൊണ്ട് ഫയൽസിൽ ഈ ഫയൽ പോയിട്ട് അപ്ലോഡായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ആ ഫയൽ ആക്സസ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്തായി, ആ ഫയൽ എക്സിക്യൂട്ടബിളായി. അതിലുള്ള അപ്പോൾ ഹോമിൽ കാർലോസിൽ സീക്രട്ട് എന്ന് പറഞ്ഞ കണ്ടൻറ്റ് എന്ത് ചെയ്തു, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനി നമുക്ക് ഈ ലാബ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, സബ്മിറ്റ് സൊല്യൂഷൻ കൊടുക്കുക, ജസ്റ്റ് കൺട്രോൾ അടിക്കുക, ഓക്കെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്തായി, ഈ ലാബ് സക്സസ്ഫുള്ളി സോൾവ് ആയി.